നാച്ചുറലായിട്ട് ഹെയർ സ്ട്രൈറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റിങ് മാത്രമല്ല, ഹെയറിന് തിക്നെസ് വരാൻ, ആ ഒരു ഫ്രിസ്നെസ് മാറി നല്ല ഹെയറിനെ നല്ല സ്മൂത്താക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ എന്തൊക്കെ കെയറാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതിന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഹെവൻ. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് സന്തോഷം? എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇന്നത്തെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ 11K ആയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ റീച്ച് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ് കേട്ടോ യൂട്യൂബിൽ കുറച്ച് റീച്ച് കിട്ടി തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ്, അല്ലാതെ യൂട്യൂബിൽ ഡയറക്റ്റ് എനിക്ക് കുറച്ച് റീച്ച് കുറവായിരുന്നു. ഞാൻ ഏകദേശം 175 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതുമായി അത്രയും റീച്ച് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് കുറച്ചിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയൊക്കെ ഇനി ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സ്ട്രൈറ്റനുമായി ബന്ധപ്പെട്ടാണ്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ സ്ട്രൈറ്റനിൻ്റെ വീഡിയോ. രണ്ടാമത് വീണ്ടും കമൻറ്റ് ഇട്ടു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്, ഹെയർ സ്ട്രൈറ്റനിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഹെയർ സ്ട്രൈറ്റിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അത് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്കറിയാവുന്നതാണ്. എന്തായാലും ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അത്ര ഹെയർ സ്ട്രൈറ്റിങ് വീട്ടിൽ ചെയ്താൽ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും, പക്ഷേ കുറച്ച് ടൈം എടുക്കേണ്ടി വരും. നമ്മൾ ഹെയർ സ്ട്രൈറ്റിങ്ങിന് നമ്മൾ അവിടെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നമുക്കത് ഹെയർ സ്ട്രൈറ്റിംഗ് ആയിട്ട് വരും. പക്ഷേ ഇത് അങ്ങനെ അല്ല, കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ നല്ല കേളി ആയിട്ടുള്ള ഹെയർ സ്ട്രൈറ്റൻ ചെയ്യുക പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണത്. എന്തായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് കേളിയാണ്, എന്നാൽ കുറച്ച് സ്ട്രൈറ്റുമാണ്. അങ്ങനെയുള്ള ഹെയറാണ്. കറക്റ്റ് സ്ട്രൈറ്റ് ആണ് ചോദിച്ചാൽ അല്ല, കറക്റ്റ് സ്ട്രൈറ്റ് അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരാറുണ്ട്. പിന്നെ അത് വീണ്ടും കേളിയായിട്ട് മാറും. പക്ഷേ എന്നാൽ പോലും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും സ്ട്രൈറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ആഴ്ചയിൽ 2 തവണയെങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിസിബിളായിട്ടൊരു ചേഞ്ച് ഉണ്ടാവും. ഫസ്റ്റ് യൂസിൽ വിസിബിളായിട്ടൊരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കേളി അല്ലാത്ത ഹെയർ ആയിരിക്കണം. എങ്കിൽ ഒരു ഫസ്റ്റ് യൂസിൽ ഒരു വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. ഇനി നമുക്ക് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ, ഇപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്, പക്ഷേ ആ തേങ്ങ അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പാല് മാത്രമായിട്ടല്ല എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അലോവേറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാച്ചുറലായിട്ടുള്ള അലോവേറയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പം പാക്കറ്റിലുള്ളതാണ് കിട്ടുന്നതെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1.5 സ്പൂൺ അരിപ്പൊടിയാണ് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അലോവേറ ജെൽ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് ഹെയറിന് ഫ്രിസ്നെസ് മാറ്റുവാനും അതുപോലെ ഹെയറിൻ്റെ സ്ട്രക്ചർ മാറ്റുവാനും ഒക്കെ സഹായിക്കുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി വെള്ളം പോലെ ഇരിക്കും. ആ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാണ്ടാണ്. ഒരു 3 സ്പൂണ്. ഇപ്പം ഞാൻ 3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വെള്ളം ആ ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കറക്റ്റ് ആയതുകൊണ്ടാണ് 3 സ്പൂൺ ചേർത്തത്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ഒരു 4 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ തേങ്ങാപ്പാൽ എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് അളവിലൊക്കെ മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. എന്നിട്ട് നമ്മളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഹെയർ നന്നായിട്ട് ജട കളഞ്ഞിരിക്കണം, നന്നായിട്ട് വൃത്തിയായിട്ട് കോംബ് ചെയ്തിരിക്കണം. വൃത്തിയായിട്ട് കോംബ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഹെയർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഹെയറിൻ്റെ ആ സ്ട്രക്ചർ മാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഹെയറിൽ ഫുൾ നന്നായിട്ട് കോംബ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിരിക്കണം. പിന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റൂമിലൊന്നും വെച്ച് അപ്ലൈ ചെയ്യരുത്. എങ്കിൽ അമ്മമാരിൽ നിന്നൊക്കെ അടി കിട്ടും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ചിലപ്പോൾ അമ്മമാരിൽ നിന്ന് അടിയൊക്കെ കിട്ടും. റൂം മുഴുവനും പൊടിയാക്കി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മഴയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, വീട്ടിലൊന്നും അഴുക്കാക്കാതെ നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊന്നുമില്ല, ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇതിൽ കോക്കനട്ട് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അത് തന്നെ ഒരു ഓയിലാണ്. അപ്പം ഇത് ജസ്റ്റ് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി നിങ്ങൾക്ക് വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കാം. ലൈക്ക് ബേബി സോപ്പ് പോലെയുള്ള എന്തെങ്കിലും, ബേബി സോപ്പല്ല, ബേബി ഷാമ്പു പോലെയുള്ള എന്തെങ്കിലും വെച്ച് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാരണം മറ്റേതിലൊക്കെ വീര്യം കൂടിയതായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് യൂസ് ചെയ്യുക.
ഹലോ, അപ്പം നമ്മൾ ഹെയറിൽ ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റെങ്കിലും നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. ഉണങ്ങിയിട്ട് മാത്രമേ ഹെയർ വാഷ് ചെയ്യാവുള്ളൂ. ഞാൻ ഉള്ളിലും സ്കാൽപ്പിൻ്റെ ഉള്ളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ നോർമലായിട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഹെയറിന് ഉള്ളിൽ അപ്ലൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പുറത്ത് അപ്ലൈ ചെയ്യുന്നതിനോ ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് അലോവേറ അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ പറയുന്ന പാക്കായാലും ആര് പറയുന്നൊരു പാക്കായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ അല്ലെങ്കിൽ എവിടെയായിരുന്നാലും അപ്ലൈ ചെയ്ത് നോക്കുക. അതിപ്പോൾ ഒരു ക്രീമായിരുന്നാലും എന്ത് തന്നെയായിരുന്നാലും. അപ്പോൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ ഷാമ്പൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീര്യം കുറഞ്ഞ ഷാമ്പൂ, ഈ ബേബി ഷാമ്പൂ പോലെയുള്ള വീര്യം കുറഞ്ഞ എന്തെങ്കിലും ഷാമ്പൂ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കഴുകി കളയാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഷാമ്പൂ യൂസ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു കണ്ടീഷണർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ ഇവിടെ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കണ്ടീഷണർ യൂസ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ ഇനിയും കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ വീഡിയോസൊക്കെ ഇനി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പം ടാറ്റാ. അപ്പോൾ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ആഫ്റ്റർ ഹെയർ വാഷിന് ശേഷം നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ആ ഒരു ഫ്രിസിനെസ് മാറി ഹെയർ നല്ല സ്മൂത്താക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന സ്ട്രെയിറ്റ് ചെയ്യേണ്ടി മാത്രമായിട്ട് കാണരുത്. നിങ്ങളുടെ ഹെയറൊക്കെ നല്ല ചകിരിനാര് പോലെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് ആക്കിത്തരും.